ഹായ് ഓൾ, റെനീസ് PSC സോണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സംസ്ഥാന വനിതാരത്ന പുരസ്കാരം 2024 ആൻഡ് 2023 നോക്കാം. ആദ്യം വനിതാരത്ന പുരസ്കാരം എന്നാണ് നൽകുന്നതെന്നും അതിൻ്റെ വിശദീകരണം നോക്കാം. സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ സ്ത്രീകൾ തന്നെ നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളുടെ ചരിത്രം ഓർമ്മിക്കുന്നതിൻ്റെയും ലക്ഷ്യപ്രാപ്തിക്കായി പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ലോകമെങ്ങും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു വരുന്നത്. ഇൻസ്പയർ ഇൻക്ലൂഷൻ, ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന സന്ദേശം. സ്ത്രീപക്ഷ നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. അതിലൊന്നാണ് ഈ വനിതാരത്ന പുരസ്കാരം നൽകുന്നത്. 2024 സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത് 4 പേർക്കാണ്. കായിക രംഗത്ത് നിന്നും ട്രീസ ജോളി, ബാഡ്മിൻ്റൺ, കണ്ണൂർ. അപ്പോൾ ട്രീസ ജോളി ഏത് വിഭാഗം? ബാഡ്മിൻ്റൺ, കണ്ണൂർ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. സാമൂഹ്യ സേവന രംഗത്ത് വിജി പെൺകൂട്ട്, കോഴിക്കോട്. വിജി പെൺകൂട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി എന്നും പോരാട്ടം നടത്തി വന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ കോഴിക്കോട്ടെ പെൺകൂട്ട് എന്ന സംഘടനയുടെ അമരക്കാരി. 2018 ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളെ BBC തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത. കടയിൽ ദിവസം മുഴുവൻ നിൽക്കാൻ നിർബന്ധിതരാകയാൽ പ്രത്യേകിച്ച് തുണിക്കടകളിലെ തൊഴിലാളികൾക്ക് ഇരിക്കുവാനുള്ള അവകാശത്തിനായും പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായും സമരം ചെയ്യേണ്ടി വന്ന സെയിൽസ് ഗേൾസ്മാരെ മുന്നിൽ നിർത്തി അവർക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് വിജി. എന്താണ്? തുണിക്കടകളിലൊക്കെ തൊഴിലാളികൾക്ക് ഇരിക്കുവാനുള്ള അവകാശത്തിനും പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി സമരം ചെയ്ത സെയിൽസ് ഗേൾസ്മാരെ മുന്നിൽ നിർത്തി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി പോരാട്ടത്തിനിറങ്ങിയ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് വിജി. 4-മതായി വിദ്യാഭ്യാസം. ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ വിഭാഗത്തിൽ നിന്ന് അന്നപൂർണി സുബ്രഹ്മണ്യം. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ഡയറക്ടറാണ്. സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം ലഭിച്ചത് കുടുംബശ്രീക്ക്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് 25 വർഷങ്ങളായി സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം കൈവരിച്ചതിനാണ് കുടുംബശ്രീക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പം 2024 4 പേർക്ക്: ട്രീസ ജോളി ബാഡ്മിൻ്റൺ, പിന്നെ ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം. 2024 പഠിക്കുന്നതുകൊണ്ട് നമുക്ക് 2023 കൂടി നോക്കാം. കാരണം 2023 ചോദിച്ചാലും എഴുതണ്ടേ. കായിക മേഖലയിലെ ബോക്സിംഗ് താരം KC ലേഖ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ വിഭാഗത്തിൽ നടി നിലമ്പൂർ ഐഷ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണ വിഭാഗത്തിൽ അമ്മുമ്മത്തിരി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കിയ ലക്ഷ്മി N മേനോൻ. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS സിന്ധു എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. അപ്പോൾ 2024 ആരൊക്കെയാണ്? 2024 ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം. 2023 KC ലേഖ, നിലമ്പൂർ ഐഷ, ലക്ഷ്മി N മേനോൻ, പിന്നെ ആരാണ്? ഡോക്ടർ RS സിന്ധു. പഠിക്കുക. താങ്ക് യു.